السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. الحمد لله. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കരുണക്കടലായ പടച്ച റബ്ബ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിവസം പോലും മുടങ്ങാതെ മാസക്കാലങ്ങളായ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയം ഇതിന്റെ പ്രതിഫലങ്ങൾ കണ്ടു മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസം, നന്മകൾ വാരിക്കൂട്ടുവാനുള്ള മാസം. ഓരോ ദിനവും അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷക്കണക്കിന് പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിലേക്ക് അല്ലാഹു വിടുന്ന മാസം. ഒരുപാട് നന്മകൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കുവാൻ അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ മഗ്ഫിറത്തും അതുപോലെ തന്നെ ഇത്ഖും മിനന്നാർ നരകമോചനവും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് ഞാൻ നിങ്ങളും ഉള്ളത്. ആ പരിശുദ്ധമായ റമളാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്ന രാവാണ് വെള്ളിയാഴ്ച രാവ്. സ്വലാത്തുകൾ അധികമായി പറയാൻ കഴിയുന്ന മഹാനായ ആദരവായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫുമായി നമുക്കൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ആ പ്രവാചകന്റെ റൗളയിൽ ചെന്നിട്ട് നിന്റെയും നിന്റെ മാതാപിതാക്കളുടെയും പേരുൾപ്പെടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലും മലക്കുകൾ പോയി പറയുന്ന വെള്ളിയാഴ്ച രാവ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് അനുഗ്രഹങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഒരു മോഹം തന്നെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. പടച്ചവനെ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ നീ എനിക്കൊരു ഭാഗ്യം നൽകണം. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. കാരണം ഷഹീദിന്റെ കൂലിയാ. വെള്ളിയാഴ്ച ദിവസം മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് വെള്ളിയാഴ്ച രാവിലെ മരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ അത്രയും മഹത്വമേറിയ പരിശുദ്ധമായ റമളാൻ മാസത്തിലെ വെള്ളിയാഴ്ച ദിവസം, ദിവസങ്ങളുടെ നേതാവ്, മാസങ്ങളുടെ നേതാവാണ് പരിശുദ്ധമായ റമളാൻ മാസം. ദിവസങ്ങളുടെ നേതാവാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരുപാട് നന്മകൾ ചെയ്യാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തെ ദീർഘിപ്പിച്ച് ആളുകളെ പ്രയാസപ്പെടുത്തുന്നവരുണ്ട്. നമസ്കരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ജമാഅത്തായി പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ വലിയ വലിയ സൂറത്തുകൾ ഓതുന്നവരുണ്ട്, വലിയ സൂറത്തുകൾ ഓതുന്നവർ. എന്നിട്ട് തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്തുക, ആളുകളുടെ അവസ്ഥ പരിഗണിക്കാതെ നമസ്കാരം ദീർഘിപ്പിച്ച് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നവരോട് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോപിച്ചതായിട്ട് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പുറകിൽ നിൽക്കുന്നവരെ പരിഗണിക്കാതെ വലിയ വലിയ സൂറത്തുകൾ പാരായണം ചെയ്ത് നമസ്കരിക്കുക. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിങ്ങളുടെ നിസ്കാരത്തെ നീട്ടുക, നിങ്ങളുടെ നൃത്തത്തെ നീട്ടുക. വലിയ വലിയ സൂറത്തുകൾ പാരായണം ചെയ്ത് നിസ്കരിക്കണമെന്ന. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ വെറും ചെറിയ സൂറത്തുകളല്ല, വലിയ വലിയ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ നിസ്കാരത്തെ നിങ്ങൾ ദീർഘിപ്പിക്കണം. കാരണം നിസ്കാരത്തിന്റെ ദീർഘിപ്പിക്കൽ അവന്റെ മരണത്തെ എളുപ്പമാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് സാധാരണ നിസ്കരിക്കേണ്ടത് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ തന്റെ പുറകിൽ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, ഇപ്പൊ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ തറാവീഹിന് ഖത്തം ഓതുന്ന, ഇത്രയും ഖത്തം തീർക്കുന്ന പള്ളികളുണ്ട്. അതുപോലെ തന്നെ ചെറിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കുന്നവരുണ്ട്.
പറയാറുണ്ട്, ഈ ഖത്തം ഓതി നിസ്കരിക്കുന്ന പള്ളിയിലെ ഇമാമിന്റെ പുറകെ നിൽക്കുന്നവർ അവർക്കറിയാം ഇവിടെ ഖത്തമാണ് തീർക്കുന്നത്, അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ല. അല്ലാതെ ചെറിയ സൂറത്തുകൾ നിസ്കരിക്കുന്ന പള്ളി എളുപ്പത്തിൽ തീരുമെന്ന് പറഞ്ഞ് അവിടെ പോയി നിൽക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നിസ്കരിക്കുന്ന സമയത്ത് തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട്, അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, വേദനിപ്പിച്ചുകൊണ്ട് വലിയ വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കുന്നവരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോപിച്ചതായി ഹദീസിൽ കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് അൽ-അൻസാരി റളിയല്ലാഹു തആല അൻഹു ഖാല റജുലൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അബൂ മസ്ഊദ് അൽ-അൻസാരി റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്ന ഹദീസ്, ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഒരു ദീർഘമായി നമസ്കാരത്തെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരാളെ കുറിച്ച് അവിടെ നിന്ന് പരാതി പറയുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഒരാൾ ദീർഘമായി നമസ്കരിക്കുന്നത് കൊണ്ട് തനിക്ക് നമസ്കരിക്കാൻ കഴിയുന്നില്ല എന്ന് പരാതി പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ പോലെ കോപിച്ചുകൊണ്ട് പ്രവാചകൻ ഉപദേശിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്ന, നബിയെ, ഞങ്ങളുടെ ഇമാമ് വലിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കാരം വല്ലാതെ ദീർഘിപ്പിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നമസ്കരിക്കാൻ കഴിയുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് പരാതി പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അന്ന് കോപിച്ചതുപോലെ വേറെ ഒരിക്കലും കോപിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് സ്വഹാബി പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പ്രവാചകൻ പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾക്ക് ആളുകളെ വെറുപ്പിക്കുകയാണോ? ജനങ്ങൾക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നവർ ലഘുവായി നമസ്കരിക്കട്ടെ. അവരുടെ പുറകിൽ രോഗികൾ ഉണ്ടാകാം, അത്യാവശ്യം ആൾക്കാരുണ്ടാകാം, പ്രായമുള്ളവരുണ്ടാകാം, കുട്ടികളുണ്ടാകാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പല യാത്രക്കാർ ഒരു പള്ളി കാണുമ്പോൾ പടച്ചവനെ അത്യാവശ്യക്കാരാണെന്ന് ജമാഅത്തായി നിസ്കരിക്കാമെന്ന് പള്ളിക്കകത്ത് കയറി ഇമാമിന്റെ പുറകിൽ നിൽക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് പോകാമല്ലോ. അല്ലെങ്കിൽ പ്രായമുള്ളവർ, നടക്കാൻ തന്നെ കഴിയാത്തവർ പള്ളിയിൽ വന്ന് അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണമെന്ന കൊതിയോടെ, ആഗ്രഹത്തോടെ, ആ ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടണമെന്ന വലിയ പ്രതീക്ഷയോടുകൂടി പള്ളിയിൽ കടന്നു വരുന്നു. അവരെ നിർത്തിയിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുത്തുക. രോഗികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, പല അത്യാവശ്യമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. അപ്പൊ തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്തിയിട്ട് വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാതെ ദീർഘിപ്പിച്ച് നമസ്കരിക്കുന്നത് കൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് കോപിക്കുകയാണ് ഉണ്ടായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് വല്ലാതെ കോപിക്കുകയാണ്. കാരണം തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്തുന്നതിലൂടെ, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം, വിവാദത്തിന്റെ മഹത്വം നമുക്കറിയാം. നാളെ പരലോകത്ത് ആദ്യമായിട്ട് വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ, ഷഹാദത്ത് കലിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവൻ നിർബന്ധമാകുന്ന ഒന്നാമത്തെ ഇബാദത്ത് നിസ്കാരമാണ്. ആ നിസ്കാരം ദീർഘിപ്പിക്കുന്നതിലൂടെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ആ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആ പുണ്യമായ കർമ്മം ചെയ്യുമ്പോൾ പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗികളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാകാം, അവരെ നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടുത്താൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ മതമുണ്ടല്ലോ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അത് എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന എളുപ്പമായ ഒരു മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അടിമകളുടെയും അവിടെ നിന്ന് പറയുന്ന അടിമകളുടെയും നന്മകളുടെയും താല്പര്യം പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന, ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഏറ്റവും ദുർബലനായ ആൾക്ക് പോലും അനുഷ്ഠിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് മതം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന മതമായി മാറുന്നത്. എല്ലാവർക്കും ചിലർക്ക് മാത്രം ചെയ്യാൻ ബുദ്ധിമുട്ട്, അങ്ങനല്ല. പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്, നിയമങ്ങളാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്. പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു ഒരു അനുചരൻ വന്നിട്ട് പറയുന്നു, എനിക്ക് ജനതയുടെ നേതാവാകണം. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അബീൽ ആസിനോട് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നീ നേതാവാ, നീ പോവുക, നീ അവരുടെ നേതാവ് തന്നെ, എനിക്ക് ജനങ്ങളുടെ നേതാവാകണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഉസ്മാൻ ഇബ്നു അബീൽ ആസി റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ ജനങ്ങളുടെ നേതാവ് തന്നെ, നീ പൊക്കോ
എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അവരിൽ ഏറ്റവും ദുർബലനെ നീ അനുഗമിക്കുക. റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബിക്ക് കൊടുത്ത ഉപദേശം, നീ അവരുടെ നേതാവ് തന്നെ, പക്ഷെ ജനങ്ങളിൽ ഏറ്റവും ദുർബലനോട് നീ എന്ത് ചെയ്യണം? നീ അവനെ അനുഗമിക്കണം, അവനോട് പരിഗണിക്കണം. എന്തേ കാരണം? സമൂഹത്തിൽ ഏറ്റവും ദുർബലനെ പരിഗണിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാറില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നും സംഭവിക്കാറില്ല. പാവപ്പെട്ടവനെ പരിഗണിച്ചതിന്റെ പേരിൽ, ബലഹീനതയുള്ളവനെ പരിഗണിച്ചതിന്റെ പേരിൽ ആർക്കും ഒന്നും നഷ്ടപ്പെടാറില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അങ്ങനല്ലല്ലോ. ഏറ്റവും വലിയ സമ്പന്നൻ ആരാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അധികാരവും പണവും ആൾബലവും ഉള്ളവനെ മാത്രം പരിഗണിക്കുന്ന ഒരു കാലത്തുകൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ തന്നെ പറഞ്ഞല്ലോ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു, നിങ്ങൾ മതത്തിൽ യാതൊരു പ്രയാസവും നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തിലെ ഹജ്ജിലൂടെ അള്ളാഹു നമ്മൾ പഠിപ്പിക്കുന്നു, ദീൻ ഒരാളെ നിർബന്ധിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ. അതുകൊണ്ട് തന്നെയാണ് പ്രബോധനം നടത്തുന്ന ആളുകൾ, ദഅവത്ത് ചെയ്യുന്നവർ, നേതൃത്വം നൽകുന്നവർ ജനങ്ങളെ പ്രയാസപ്പെടുത്തുവാനോ അവരെ സങ്കീർണമാക്കുകയോ അവരുടെ മനസ്സുകളെ ഇടുക്കമാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ദീൻ പറയുന്നവർ പ്രബോധകരാണെങ്കിലും ആരാണെങ്കിലും അവർ ഭയപ്പെടുത്തുകയില്ല. അവർക്ക് നന്മയിലേക്ക് വരാനുള്ള ഒരു വഴികൾ, പശ്ചാത്താപത്തിന്റെ വഴികൾ. അതുകൊണ്ട് തന്നെയല്ലേ 100 കൊല ചെയ്ത മനുഷ്യരുടെ ചരിത്രം നമുക്കറിയാം. 99 കൊല ചെയ്ത മനുഷ്യർ ഒരാളോട് മുന്നിൽ പോയിട്ട് ചോദിക്കുകയാ, ഞാൻ 99 പേരെ കൊന്നു, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? ഇല്ല, പടച്ചോൻ നിനക്ക് പുറത്തു തരുമോ, നീ 99 പേരെ കൊന്നവനായി എന്ന് പറഞ്ഞ് അവന്റെ മനസ്സിൽ പ്രതീക്ഷ കൊടുക്കാതെ, അവന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അള്ളാഹു സ്വീകരിക്കും, നിനക്ക് നന്നാകാം, നിന്റെ തൗബ സ്വീകരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ആ മനുഷ്യനെ എവിടെ നിന്ന് വേദനിപ്പിക്കുമ്പോൾ ആ 100ാമത്തെ കൊലയും ചെയ്യാൻ തയ്യാറായത്. 100 പേരെ കൊല ചെയ്തിട്ട് പോയി ചോദിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഇല്ല, എത്ര ചെയ്താലും അള്ളാഹു പുറത്തു തരും. കാരണം അള്ളാഹു കരുണയുള്ളവനാ, അള്ളാഹു ദയാലുവ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, ദീനി പ്രബോധകന്മാരും നസീഹത്ത് കൊടുക്കുന്നവർ, നേതൃത്വം കൊടുക്കുന്നവർ, അവർക്ക് ജനങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമായത് അള്ളാഹ് ആഗ്രഹിക്കുന്നത് കഷ്ടപ്പെടുത്താനല്ല. തന്റെ അടിമകൾക്ക് എളുപ്പമുള്ളതാണ്. നിങ്ങൾ പ്രയാസപ്പെടാൻ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ 185-ാമത്തെ ആയത്തിൽ നോക്കുക, അള്ളാഹു ആരെയും പ്രയാസപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങൾ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അവസരം ലഭിച്ചാൽ, 2 കാര്യങ്ങളെ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചാൽ കുറ്റകരമല്ലെങ്കിൽ അതിലേക്ക് പറയുന്നു, 2 കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ അവസരം കിട്ടി എങ്കിൽ കുറ്റകരമല്ല, പാപമല്ല എങ്കിൽ ആ 2 കാര്യത്തിൽ എളുപ്പം ഏതാണോ ചെയ്യാനുള്ളത് അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കുറ്റകരമാണെങ്കിൽ പ്രവാചകൻ ഏറ്റവും അകന്നു നിൽക്കുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ കാര്യമോ പറയുന്നത്. ഏതെങ്കിലും 2 കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ കുറ്റമോ പാപമൊന്നും അല്ലെങ്കിൽ അതിലെ ഏറ്റവും എളുപ്പമുള്ളോ തിരഞ്ഞെടുക്കും. ഇല്ല, അത് പാപമാണെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും മാറി നിൽക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ തന്റെ അനുയായികളെ എന്തെങ്കിലും ദൗത്യത്തിനായി പറഞ്ഞയച്ചാൽ നിങ്ങൾ സുവാർത്ത അറിയിക്കുക എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല വാർത്തകളെ നിങ്ങൾ അറിയിക്കുക. വെറുപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ലളിതമാക്ക് നിങ്ങളുടെ പ്രബോധനങ്ങൾ. വേദനിപ്പിക്കലും കുറ്റപ്പെടുത്തലും കളിയാക്കലും പരിഹാസവുമല്ല. ഒരിക്കലും നിന്നെ നേരെയാവൂല, നിന്റെ തൗബയെ അല്ലാഹു സ്വീകരിക്കൂല, നീ നന്നാകില്ല. എങ്ങനെയല്ല, അവന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ കൊടുക്ക്. അള്ളാഹുവിന്റെ കരുണ എന്താണ്, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു ദയാലുവാണ്, അള്ളാഹു പൊറുക്കുന്നവനെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ ദീനിലേക്ക് അടുപ്പിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറേണ്ടതുണ്ട്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ല സംസ്കാര ബോധമുള്ള ഒരാളെയാണ് അള്ളാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അള്ളാഹു അവിടെ നിന്ന് പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം നല്ല രീതിയിലായിരുന്നില്ല എങ്കിൽ ജനങ്ങൾ ഒരിക്കലും നിങ്ങളിലേക്ക് അടുക്കില്ലായിരുന്നു എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പോലും അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിസ്കാരത്തിന്റെ വിഷയം, ഇബാദത്തിന്റെ വിഷയമായിട്ട് പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ പരിഗണിക്കാതെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ, അവരെ പ്രയാസപ്പെടുത്തുമ്പോൾ, ആ ഇബാദത്തിന്റെ വേളയിൽ പോലും അവരുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കാൻ തയ്യാറാകുന്നതിലൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ഇബാദത്ത് ചെയ്തപ്പോൾ പോലും അങ്ങനെ ചെയ്തതിന്റെ പേരിൽ പ്രവാചകൻ കോപിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, നിസ്കരിക്കുന്ന സമയത്ത്
വലിയ സൂറത്തുകൾ ഓതാൻ പാടില്ല എന്നല്ല, ചെറിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കണമെന്നല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയം, ഇത് ജമാഅത്തിന്റെ കാര്യമാണ് പറയുന്നത്, ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിന്റെ കാര്യം. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയം വലിയ സൂറത്തുകൾ തന്നെ പാരായണം ചെയ്യണം. നിസ്കാരത്തിന്റെ നൃത്തം നമ്മൾ ദീർഘിപ്പിക്കണം. കാരണം നിന്റെ മരണവേദന നമുക്കറിയാം, വല്ലാത്ത വേദനയാണ് മരണം. ആ മരണം വല്ലാത്തതാണ്. അള്ളാഹു നമ്മുടെ മരണവേദന അള്ളാഹു കുറച്ചു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരണം എളുപ്പമാക്കാനുള്ള ഒരു വഴിയാണ് നിസ്കാരത്തെ ദീർഘിപ്പിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അറിയുന്ന വലിയ വലിയ സൂറത്തുകൾ പാരായണം ചെയ്ത് നീ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ നീ ഒരു വലിയ പാരായണം ചെയ്ത് നിസ്കരിക്ക്. വലിയ സമയത്ത് പോലും പ്രവാചകൻ അവിടുന്ന് വലിയ സൂറത്തുകൾ ഓതി ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യമെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ അവിടെ നിന്ന് കോപിച്ച സമയം, ഒന്നാമത്തെ സമയം അതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസമാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ നോമ്പ് മുറിച്ചു, ദുആക്ക് ഇജാബത്തുണ്ട്. നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി പ്രത്യേകം എണ്ണ തേച്ച് കുളിക്കണം. അൽഹംദുലില്ലാഹ് നല്ല വസ്ത്രം ധരിക്കണം, തസ്ബീഹ് നിസ്കരിക്കണം, ദുആ നിസ്കരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നേരത്തെ കാലത്തെ പള്ളിയിലേക്ക് കടന്നുപോയി അല്ലാഹുവേ വെള്ളിയാഴ്ച റബ്ബ് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം നമ്മൾ നേടിയെടുക്കാൻ കഴിയണം. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാഖീൻ വഈദുൽ മുഅ്മിനീൻ. പരിശുദ്ധനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് നന്മകൾ വാരിക്കൂട്ടാൻ ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലി, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലി. അത്രയും പുണ്യമായ പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് ഞാൻ നിങ്ങളും ഉള്ളത്. ഒരു മിനിറ്റ് പോലും പാഴാക്കി കളയരുത്. ഈ വെള്ളിയാഴ്ച രാവിലെ അമിതമായി സ്വലാത്ത് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. മദദുകൾ പാരായണം ചെയ്യ്. മുത്തുനബിയുടെ റൗളയുമായി നമുക്കൊരു ബന്ധമുണ്ടാക്കിയെടുക്ക്. ആ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് നാളെ സ്വർഗത്തിൽ പോകാൻ, ആ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ, ആ പ്രവാചകന്റെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഭാഗ്യമുണ്ടാകണം. അതിന് നമുക്ക് റൗളയുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ കഴിയണം. മരിക്കുന്നതിന് മുമ്പ് മുത്തുനബിയെ കാണാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരാ. ആ ആഗ്രഹം പ്രവാചകൻ നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞാലേ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കതിന് കഴിയുകയുള്ളൂ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. വെള്ളിയാഴ്ച രാവാണ്. ആത്മാർത്ഥമായി നിങ്ങളുടെ ദുആയിൽ എത്രയും പെട്ടെന്ന് ഈ രോഗം ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുകയാണ്, ഭയമാകുന്നു. അല്ലാഹുവേ, റമളാനിൽ ലോക്ക്ഡൌൺ ആയി പള്ളികൾ അടച്ചിടുമോ എന്ന് വല്ലാത്തൊരു ഭീതിയില്ല. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, പ്രസവന രോഗികൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. ഈ പടച്ചവനെ ഈമാനുള്ള മരണം നൽകണേ പടച്ചവനെ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് ലഭിച്ചവരെ ഞങ്ങളെ നീ പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിന്റെ കരുണയില്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടില്ല തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ കരുണ ലഭിച്ചവരെ ഞങ്ങളെ നീ പെടുത്തണേ പടച്ചവനെ. ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പൊറുക്കണേ റബ്ബേ. അല്ലാഹ്, നീ ഞങ്ങളെ കൈവിടല്ലേ പടച്ചവനെ. നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല റഹ്മാനെ. അല്ലാഹുവേ, ഓരോ ദിവസവും ഈ ക്ലാസ് കേൾക്കുന്ന മാസങ്ങളായി പടച്ചവനെ എല്ലാവരുടെയും അവസാനം നന്നാക്കണേ പടച്ചവനെ. നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. കരുണക്കടലായ റബ്ബേ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്തവർ, പലിശയിൽ കിടന്ന് കണ്ണീര് കുടിക്കുന്നവർ, എല്ലാവർക്കും ഒരു പരിഹാരം കൊടുക്കണേ തമ്പുരാനെ. എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ പള്ളികൾ അടച്ചിടുന്ന അവസ്ഥ വരുത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ആരെല്ലാം ഈ ക്ലാസ് കേട്ടിരുന്ന പലരും ഖബറിലാണ്, നീ അവർക്ക് പുറത്തു കൊടുക്കണേ പടച്ചവനെ. രോഗികൾക്ക് ശിഫാ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ദുആയെ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ റമളാൻ നിങ്ങൾക്ക് അനുകൂലമാക്കണേ പടച്ചവനെ. നീ കൈയൊഴിഞ്ഞവരിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ തമ്പുരാനെ. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് കരകയറുന്നുണ്ട്. ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്ന وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. إن شاء الله നിങ്ങളുടെ എല്ലാവരുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണം, ദുആ ചെയ്യണം. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.